പോർക്കുളം MD കോളേജിന് എതിർവശത്തെ ലൈൻ കെട്ടിടം ഇരുമ്പുവാതിൽ തുറന്ന് ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ ഒന്നാമത്തെ നിലയിലേക്ക്. ഒറ്റമുറിയിൽ ദുരിതം പേറി കണ്ണീരണിഞ്ഞിരിപ്പാണ് സുൽഫത്ത്. മകളുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടിയാണ് പൂവത്തൂരിലെ 7 സെന്റ് സ്ഥലവും വീടും 5 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി വായ്പ എടുത്തത്. പലപ്പോഴായി വായ്പ പുതുക്കി 19 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. ഭർത്താവ് ദിലീപ് വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന ആശ്വാസത്തിലാണ് വായ്പ എടുത്തത്. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞെന്ന് കാണിച്ച് ദിലീപിനെ ജയിലിലടച്ചതോടെ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ് ദിലീപ് തിരിച്ചെത്തിയപ്പോഴേക്കും വിഷാദരോഗത്തിലായി. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു. കൈപിടിച്ച് നടത്തിയ സുൽഫത്ത് ഇന്ന് ഹൃദ്രോഗത്തിന്റെ പിടിയിലാണ്. മോളെ കെട്ടിച്ച് അത് ലോണിങ്ങനെ അടച്ചുകൊണ്ടിരുന്നേന്ന്. അതിൻ്റെ ഇടയിൽ സ്ട്രോക്ക് വന്ന് എനിക്ക് 2 അറ്റാക്ക് വന്നു. പിന്നെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അവിടെ വിസ അടിച്ച് കിട്ടാണ്ട് ആള് ജയിലിൽ വിട്ടു. അങ്ങനെ എല്ലാം ബ്ലോക്കായി മൊത്തത്തിൽ. അങ്ങനെ പലിശ കൂടി 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 ഇപ്പോൾ അത് ജപ്തിയായി. ലേലത്തിന് വെച്ചിരിക്കുക. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഏതെങ്കിലും വഴിക്ക് അതൊന്ന് അടച്ച് തിരിച്ചെടുത്ത് ജീവിക്കാൻ വേറൊരു മാർഗമില്ല. കോടതിയെ സമീപിച്ച് ഈ മാസം 22 വരെ ജപ്തി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതായതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് കുടുംബം. എങ്ങനെയും ഒന്ന് സഹായിച്ചിട്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ മുന്നിൽ കൈ നീട്ടണം. മരുന്ന് മുടങ്ങിയ കാരണം ഇപ്പോൾ 4 ദിവസം മുന്നേ വീണ്ടും സ്ട്രോക്ക് വന്നിട്ട് ചുണ്ടൊക്കെ കൂടിപ്പോയി. ഒരു ഭാഗം തളർന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് മകള് അവന് നോക്കണമില്ല. ഒരു കുട്ടിയായിട്ട് അവളെയും കൂടി ഞങ്ങൾ നോക്കേണ്ട അവസ്ഥയാണ്.